വയ്യാതെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇതന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ വന്നേ, എന്തോരം ദൂരം ഇങ്ങനെ കയറി വന്ന് ഇത്രയും സ്റ്റീപ്പായിട്ടുള്ള കയറ്റം കയറി അപ്പോൾ 6 വരാമെന്ന് പറഞ്ഞാൽ ഇത്തിരി ഡിഫിക്കൽട്ടാണ്. ഇതുവരെ കയറിയതിൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ളൊരു ഏരിയ ഇതാട്ടോ തോന്നിയത്. കാരണം ഇത് ഭയങ്കര ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റീപ്പാണ്. നമ്മൾ മണ്ടത്തരം പറ്റി ഒരു കുപ്പി വെള്ളം പോലും എടുത്തില്ല. ഞങ്ങളെ കൂട്ടുകാർ സമയം 8:15 കേട്ടോ. ഞങ്ങൾ ലേറ്റായി. 6 മണിക്ക് കയറണം എന്നൊക്കെ വിചാരിച്ചു വന്നതാ, പക്ഷെ ഒരുപാട് ലേറ്റായി പോയി. ശരി, അപ്പൊ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഈ കയറ്റം കണ്ടില്ലേ, ഇതുപോലെ അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് ഉണ്ടെന്നാണ് 2 തവണ വന്ന ശബരി പറഞ്ഞത്. ഏതാ പാമ്പുകൾ ഭയങ്കര കൂടുതലാ. ഓക്കെ, ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. ശബരി ഇത് ഫോർട്ടായിരുന്നാ? ഇത് ഫോർട്ട് ദേവനഹള്ളി കിങ്ഡത്തിന്റെ ഫോർട്ടായിരുന്നു. ഇന്ത്യയുടെ പതാക അത് ഇന്ത്യ അല്ലാതെ. ഋതുല് ഇവിടെ വന്നിട്ടുണ്ടോ ഇതിന് മുമ്പ്? ഇല്ല ഇല്ല, വന്നിട്ടില്ല. ഗ്രേറ്റ് ബാത്ത് എന്നല്ലേ ശബരി ഇത്? അങ്ങനെയാണ് ശബരി എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ. ഉയ്യോ, ഇവിടെ വെള്ളം ഉണ്ടെങ്കിൽ അടിപൊളിയായതിനെ. ഒരു റിസർവെയർ ആണോ ഈ പണ്ട് രാജാക്കന്മാർ കുളിച്ചിരുന്ന സ്ഥലമാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഇത് കണ്ട അവിടെയുള്ള ചെറിയൊരു ടെമ്പിളാണ് ഇവിടെയുള്ള. പക്ഷെ എങ്ങനെയുണ്ട്? അടിപൊളിയാന്നാ പറഞ്ഞേ. ഇത് കണ്ടോ, നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങളാണ് കൂടുതലും. പണ്ടുള്ള കാലത്ത് ഇത് തന്നെയായിരുന്നൊരു ഡിഫൻസ് മെക്കാനിസം ഇവരുടെ. അതായത് നാച്ചുറലായിട്ടുള്ളൊരു ഡിഫൻസ് മെക്കാനിസം. ഇത്രയും സ്റ്റീപ്പായിട്ടുള്ള കയറ്റം കയറി അപ്പോൾ 6 വരാമെന്ന് പറഞ്ഞാൽ ഇത്തിരി ഡിഫിക്കൽട്ടാണ്. ട്രക്ക് അത്യാവശ്യം ഡിഫിക്കൽട്ടാന്ന് പറയാൻ കാരണം ഇതുപോലുള്ള കയറ്റങ്ങൾ ഒരുപാടുണ്ട്. ഞങ്ങൾക്ക് ഭാഗ്യത്തിനെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ക്ഷീണം അത്ര ഇല്ല. ഇപ്പോൾ സമയം ഒരു 8:30 ആയി, എന്നിട്ട് പോലും സൂര്യൻ അങ്ങനെ വരുന്നില്ല, മൂടി നിൽക്കുക. അതുകൊണ്ട് തന്നെ നല്ലൊരു പീസ്ഫുള്ളായിട്ട് കയറാം. ഭയങ്കര അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ്. സ്ഥലത്തിന്റെ പേര് അങ്ങനെ പറഞ്ഞുതരും. ഞാൻ പറഞ്ഞ ചിലപ്പോൾ ശബരി ക്ഷീണമൊക്കെ മാറിയില്ലേ? നടക്കാവാ. അയ്യോ, നല്ല ഏഷ്യയിലെ തന്നെ 2nd ലാർജസ്റ്റ് മോണോലിഥിക് റോക്കാണിത്. സോ ശവനദുർഗ കഴിഞ്ഞാൽ 2ാമത്തെ. ഇതന്നെ നമ്മള് അവിടെ നിന്നൊക്കെ വന്നേ, എന്തോരം ദൂരം ഇങ്ങനെ കയറി വന്ന്. ഇനിയും സ്റ്റീപ്പായിട്ട് ഇനിയുണ്ട്. ഇത് കഴിഞ്ഞിട്ടില്ല, ഇനി ഇതിൻ്റെ മുകളിലോട്ട് കയറണം. ഇവിടെ ഇച്ചിരി ഇതുവരെ കയറിയതിൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ളൊരു ഏരിയ ഇതാട്ടോ തോന്നിയത്. കാരണം ഇത് ഭയങ്കര ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റീപ്പാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര റിസ്ക്കാണ്. ഈ ഒരു കമ്പി ഇവിടെ ഉള്ളതുകൊണ്ട് ഓക്കെ സേഫായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ സ്ലിപ്പായി വീഴാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നമുക്ക് കയറാൻ പറ്റില്ല.
ആളുകൾ 60-70% ഓൾമോസ്റ്റ്. കൂട്ടത്തിൽ 2 ആൾക്ക് വയ്യാതായി. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. കാലത്തിൽ പണിയിട്ട് ഋതുവിലിപ്പോൾ സൺസ്ക്രീനൊക്കെ 3ാമത്തെ തവണ റീഅപ്ലൈ ചെയ്തിട്ടുണ്ട്. ഉഷാറായിട്ടുണ്ട്. അടുത്ത ആഴ്ച കല്യാണമാണ്. അപ്പോൾ അതിൻ്റേതായ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഋതു ബോഡി ഒന്ന് ഫ്ലെക്സ് ചെയ്യൂ. ഒരാൾക്ക് വയ്യാതായി കൂടുതലുള്ള ആൾ. എന്തായാലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. തോളത്ത് പിടിച്ചു നമുക്ക് കേട്ടാൻ പറ്റില്ലല്ലോ. നമ്മൾ മനസ്സിലെന്തുകൊണ്ട് ഇതൊരു വലിയൊരു സംഭവമായിട്ട് തോന്നുന്ന രീതിയിൽ. പക്ഷെ എവറസ്റ്റ് നമ്മളിങ്ങനെ പടച്ച് കയറിയില്ലല്ലോ. പക്ഷെ ഇതൊന്നും രോമത്തിൽ തൊട്ടാ നമ്മള്. പക്ഷെ കണക്കിൽ മാറ്റി നിർത്തി കണക്കാണ്. അത് കാറ്റല്ലേ, മുടുക്കത്തെ കാറ്റ്. കാറ്റ് ഇത് ഭയങ്കര കാറ്റാണ്. ഒരു രക്ഷയില്ല. നല്ല ക്ലൈമറ്റും. ഓരോ വളവ് കഴിഞ്ഞ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം എത്തും. ഇതുവരെ എത്തിയിട്ടില്ല. കളർഫുൾ ഡ്രാഗൺ അവിടെ. മധുഗിരി കയറാൻ വന്നൊക്കെയാണ് നമ്മളെ ഒരു മണ്ടത്തരം പറ്റി. ഒരു കുപ്പി വെള്ളം പോലും എടുത്തില്ല. ഇപ്പം കയറി ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡായി. So guys, finally അങ്ങനെ ഞങ്ങൾ ഏറ്റവും മുകളിലെത്തിയട്ടോ. 14-15 സെഞ്ച്വറിയിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് ഈ ഫോർട്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഏറ്റവും മുകളിലെത്തി. നല്ല കാറ്റ്. എന്താ ശബരി ഇവിടെ എന്തിന്? ഇത് 15ാം നൂറ്റാണ്ടിലല്ലേ പണി കഴിപ്പിച്ചേ? അയ്യോ, ഞങ്ങളിവിടെ കയറിയത് ഭയങ്കര കാറ്റ്.
കാറ്റ് ഭയങ്കര അടിപൊളി, ഭയങ്കര അടിപൊളി. ശബരിതെ താഴോട്ട് ഇറങ്ങാൻ പോകും. എന്തിനാ ഇത് ലൈറ്റ് ഇറങ്ങാൻ? വാവ്, സൂപ്പർ എക്സ്പ്ലനേഷൻ. ഇതിൽ കൂടി ഇറങ്ങാൻ ചാടാൻ തുടർന്ന് ശബരിക്ക് താഴെ ചാടാത്തത്. കിട്ടില്ല സാധനം അടുത്തരാം. അല്ല 5 പ്രാവശ്യം ഉപയോഗിക്കുന്നത് അല്ല ഇത് വന്നോ, ഇറങ്ങാൻ പറ്റില്ലടാ, വേണം ഒരഞ്ഞു പോവും. ഇല്ലില്ല വാടാ വാടാ, ഇല്ലില്ല ഇല്ലാന്ന് വാ കൈയോടി കൈ വിടാൻ ഗ്യാപ്പില്ല. ഗൈസ്, ഞങ്ങൾക്ക് പകുതിക്ക് വെച്ച് നഷ്ടപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാരനെ തിരികെ കിട്ടിയിരിക്കുന്നു ഗൈസ്. യെസ് യെസ്, ഞങ്ങളുടെ കൂട്ടുകാരനെ തിരിച്ചു കിട്ടി.